എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം. നമ്മൾ മലയാളികൾ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നും ഒരേപോലെ മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രം ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ കനോള ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 പുഴുങ്ങിയ മുട്ട ഒന്ന് കീറിയതിന് ശേഷം ഇതിലിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരുപാടങ്ങ് ബ്രൗൺ ഒന്നും ആകണ്ട, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 12 കുരുമുളക്, ഒരു ക്ലോവ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക. ക്ലോവ് എന്ന് പറയുമ്പോൾ ഗ്രാമ്പുവാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ കറികളിൽ ചെറിയ ജീരകം ചേർക്കാറുണ്ട്. ഇതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി എടുക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഫുഡ് പ്രോസസ്സറിലിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ നിങ്ങൾക്ക് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് എടുത്തിട്ടുള്ളതാണ്. ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം കൂടി നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം, അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അധികം എരിവില്ല പക്ഷെ നല്ലൊരു കളർ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ ഗരം മസാല നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ചന്ന മസാല എന്നൊക്കെ പറഞ്ഞിട്ട് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കറക്റ്റ് ഒരു എക്സാക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടിൽ പൊടിച്ച ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. നോർത്ത് ഇന്ത്യൻ മസാലയിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് കാണും. അപ്പോൾ ജീരകം അതൊക്കെ കാണും. അപ്പോൾ നന്നായിട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് മിക്സിയിൽ. ഒരുപാടങ്ങ് അരഞ്ഞു പോയിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഈ കറി ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7-8 അണ്ടിപ്പരിപ്പ് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഓപ്ഷണലാണ്, ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു നല്ലൊരു റിച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി 1 ടീസ്പൂൺ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. അത് വാങ്ങിക്കാനായിട്ട് നമുക്ക് കടകളിൽ കിട്ടും. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ച ടേസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം മസാലയിലേക്ക് ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. വെള്ളം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കൂടിയിട്ടിട്ട് നന്നായിട്ട് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് നിങ്ങൾ ഈ ഒരു സമയത്ത് ചേർക്കുക. അതുപോലെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഇപ്പോൾ കറി ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില നോർത്ത് ഇന്ത്യൻ കറികളുടെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ കറിവേപ്പില ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കറക്റ്റായിട്ട് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കറി ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നാനിൻ്റെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഇന്നലെ നമ്മളൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ നിങ്ങളൊന്നും ഇപ്പോൾ കമൻറ്റ് പോലും ചെയ്യാറില്ല, അപ്പോൾ കമൻറ്റ് കൂടെ ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്